സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലിൽ മഹത്വപ്പെടട്ടെ. എല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. സന്ദേശങ്ങൾ അനേകർക്ക് അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങളുടെ സഹകരണത്തിനും നിങ്ങളുടെ പ്രോത്സാഹനത്തിനും വളരെ നന്ദിയുണ്ട്. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നെ കേൾക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നിങ്ങളുടെ വിലയേറിയ ചില മിനിറ്റുകൾ ദയവായി ഈ സന്ദേശങ്ങൾ ശ്രദ്ധിപ്പാൻ വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വിലയേറിയതായ മനുഷ്യൻ്റെ വിലയേറിയതായ ദൈവം നൽകിയ മനുഷ്യൻ്റെ വിലയേറിയതായ ദൈവത്തിൻ്റെ ദാനമാകുന്ന മനുഷ്യൻ്റെ വിലയേറിയ ഘടകങ്ങളെക്കുറിച്ചാണ്. ആധാരമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ദൈവത്തിന് സ്തോത്രം. പത്രോസ് ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ താൻ ഇങ്ങനെ പ്രസ്താവിക്കുകയാണ്, വിലയേറിയ വിശ്വാസം. അതേ പ്രിയരെ, ദൈവത്തെ അറിയുന്ന, ജീവിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ, ഇഹലോക ജീവിതത്തിൽ ഏറ്റവും വിലയേറിയതെന്ന് പറയുന്നത് അവന് ലഭ്യമായ വിശ്വാസമാണ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച്, ഈ ഭൂമിയിൽ അനേകം മതങ്ങളുണ്ട്, അനേക ഇസങ്ങളുണ്ട്, അനേക ജാതികളുണ്ട്. അവർക്കൊക്കെ ഓരോരോ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങൾ ഒട്ടുമിക്കവയും അവരുടെ ജനനത്തിങ്കൽ പാരമ്പര്യ തലത്തിൽ നിന്ന് ലഭ്യമായതാണ്. എന്നാൽ ഒരു ദൈവ പൈതല്, ആ ദൈവ പൈതലിൻ്റെ വിശ്വാസം അത് ഏറ്റവും വിലയേറി ആകാനുള്ള കാരണം എന്താണ്? നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയരെ. ഓരോ മതത്തിലും അതിൻ്റെതായിട്ടുള്ള വിശ്വാസം അത് ജന്മന ഒരു മനുഷ്യന് ലഭ്യമാകുന്നതാണ്. എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ വിശ്വാസം ശ്രദ്ധിച്ച് 2026 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമധ്യരേഖയ്ക്കടുത്തുള്ള കൊച്ചു രാജ്യമായ ഇസ്രായേലിൽ യെരുശലേം പട്ടണത്തിൽ ഗോൽഗൊൽത്ത കുന്നിൽ 3 ആണികളിന്മേൽ മരക്കുരിശിന്മേൽ 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഒരു മനുഷ്യൻ, 33.5 തിരുവയസ്സുള്ള ഒരു മനുഷ്യൻ തൂങ്ങിക്കിടന്നു. 6 മണിക്കൂർ തൂങ്ങിക്കിടന്നു. അത് മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള ആ ആത്മീക സത്യം, ആ പരമസത്യം വിശ്വസിക്കുക എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ പ്രിയരെ. അത് വളരെ 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 ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഭാഗ്യവശാൽ
നമുക്ക് ആ വിശ്വാസം ലഭിച്ചു. ഹല്ലേലൂയ. അങ്ങനെ നാം ഓരോരുത്തരും ദൈവമക്കളായി തീരുവാനിടയായി. നാം കണ്ടിട്ടില്ലാത്തത്, നാം അറിഞ്ഞിട്ടില്ലാത്തത്, നാം ഗണ്യമാക്കാത്തത്, നമ്മുടെ പാരമ്പര്യങ്ങൾ പറഞ്ഞു തരാത്ത ഒരു പരമസത്യം നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെട്ടു. അതിനേക്കാൾ വലിയൊരു ഒരു അനുഭവമുണ്ടോ, ഒരു വിടുതലുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയരെ. അതുകൊണ്ടാണ് അത് വിലയേറിയ വിശ്വാസം. കണ്ടിട്ടില്ലാത്തത്, പാരമ്പര്യ തലത്തിൽ കൈമാറ്റപ്പെടാത്തത്, വിശ്വാസത്താൽ നമുക്ക് ലഭ്യമായി. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. തിരുവചനം അങ്ങനെയാ പറയുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു വ്യാപാര ശക്തിയുണ്ട്. റോമാലേഖനം 10:9. എന്തുവാ? ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. അത് വിശ്വസിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ രക്ഷയ്ക്കായി ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. അത് എത്ര വിലയേറിയതാണ്! അത് നമുക്ക് യാതൊരു കാരണവശാലും ഈ ലോകത്തിൻ്റെതായ ഒരു തത്വങ്ങളിലും ലഭ്യമല്ല. പിന്നെയോ ദൈവം നമ്മോട് കരുണ ചെയ്തു, ദൈവം നമ്മോട് കൃപ ചെയ്തു. ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഒരു ദൈവ പൈതലിന് ലഭ്യമായ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ വിശ്വാസമാണ്. യേശു ക്രിസ്തു മുഖാന്തരമുള്ള ആ വിടുതലിൻ്റെ വിശ്വാസമാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് എന്താണ്? നമുക്കൊരു സന്തോഷമുണ്ടല്ലേ, നമുക്കൊരു ധൈര്യമുണ്ടല്ലേ. അതെങ്ങനെ ലഭ്യമായി? പ്രാരംഭമായി നാം ചിന്തിച്ചതുപോലെ വിശ്വാസത്താൽ നമ്മുടെ അകത്തളത്തിൽ രക്ഷ സംജാതമായി. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ 2 മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ രക്ഷ, നമ്മുടെ രക്ഷ നമ്മുടെ അകത്ത് വന്നു. 50-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: രക്ഷയുടെ സന്തോഷം. കണ്ടോ പ്രിയരെ, ഈ ഭൂമിയിൽ എന്ത് വില കൊടുത്തും വാങ്ങിക്കാൻ ലഭ്യമല്ലാത്തതായ രക്ഷയുടെ സന്തോഷം അത് നമ്മുടെ അകത്ത് വന്നു. ഈ ഭൂമിയിലുള്ള സകല പ്രതിസന്ധികളും കഷ്ടങ്ങളും പോരാട്ടങ്ങളും വെല്ലുവിളികളും അതിജീവിക്കുന്ന ഒരു സന്തോഷം, രക്ഷയുടെ സന്തോഷം നമ്മുടെ അകത്ത് വന്നു. ഹല്ലേലൂയ. അത് എത്ര വിലയേറിയതാണ് ആ രക്ഷ. ഈ അടുത്ത സമയത്ത് കേരളക്കര മുഴുവനും അറിയപ്പെടുന്ന വലിയൊരു ബിസിനസ്സുകാരൻ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. കോടികളുടെ ആസ്തിയുള്ള മനുഷ്യൻ. എന്താണ് കാരണം? തനിക്ക് ഈ സന്തോഷമില്ലാതെ പോയി. ഒരു പ്രതിസന്ധി വന്നപ്പോൾ തൻ്റെ ഉള്ളിൽ സന്തോഷമില്ല. താൻ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഈ ലോകം വിട്ടു മാറ്റപ്പെട്ടു. എന്നാൽ ദൈവമക്കളെ, ദൈവദാസന്മാരെ, എത്രയോ പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകും, എത്രയോ കഷ്ടാനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുന്നു. നാം എങ്കിലും സന്തോഷിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? വിശ്വാസത്താൽ വിലയേറിയ രക്ഷയുടെ സന്തോഷം നമ്മുടെ അകത്ത് വന്നു. ഹല്ലേലൂയ. വിലയേറിയ വിശ്വാസത്താൽ വിലയേറിയ രക്ഷ കരസ്ഥമാക്കി. അത് നമ്മുടെ പുണ്യപ്രവൃത്തി കൊണ്ടല്ല, നമ്മുടേതായിട്ടുള്ള വിശുദ്ധിയുടെ ആധിക്യം കൊണ്ടോ, ഉപവാസത്തിൻ്റെ പെരുമ കൊണ്ടോ, പ്രാർത്ഥനയുടെ ബാഹുല്യം കൊണ്ടൊന്നും അല്ലാതെ ലഭ്യമായത് കരുണാസമ്പന്നനായ ദൈവത്തിന് നമ്മോട് കരുണ തോന്നി, കൃപ തോന്നി. ആ കൃപയുടെ സന്തോഷമാകുന്ന വിലയേറിയത് നമ്മുടെ
നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഹല്ലേലൂയ! ആ രക്ഷ നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടാണ് ഏത് പ്രതിസന്ധികളിലും പതറാതെ സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനിടയാകുന്നത്. ഹല്ലേലൂയ! എന്നെ കേൾക്കുന്ന പ്രിയരേ, ഈ സന്ദേശം ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഈ രക്ഷയുടെ സന്തോഷം നിങ്ങൾക്കും ലഭ്യമാണ്. മറ്റൊന്നും ചെയ്യണ്ട, ഒരു മെഴുകുതിരി കത്തിക്കേണ്ട, ഒരു മലയിൽ കയറേണ്ട, ഒരു മതത്തിൽ ചേരണ്ട, ഒരു സഭാ വിഭാഗത്തോട് ചേരണ്ട, ഒരു ഈസത്തിലും നീ ആകേണ്ട. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ യേശുവേ, ഞാൻ പാപിയായ മനുഷ്യൻ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ ഈ രക്ഷയുടെ സന്തോഷം ഹൃദയത്തിൽ ലഭ്യമാണ്. ഹല്ലേലൂയ! ഈ രക്ഷയുടെ സന്തോഷം അകത്തു വരും. ആ സമാധാനം കൊണ്ട് നിറയും. ആ സന്തോഷത്താൽ ഞാൻ ഉള്ളത് പറയട്ടെ, ജീവിതം ആസ്വദിക്കും യേശു ക്രിസ്തുവിനായി, കർത്താവിനായി. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ എന്ന് പൗലോസ് പറയുന്നത് പോലെ നമുക്ക് വേണ്ടിയുള്ള ജീവിതം മതിയാക്കി ദൈവത്തിനായി, യേശു ക്രിസ്തുവിനായി നമുക്ക് പുതിയ ജീവിതം ഉണ്ടാകും. അതാണ് വിലയേറിയ രക്ഷ. അപ്പൊ വിലയേറിയ വിശ്വാസം, വിലയേറിയ രക്ഷ. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയരെ, വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് വിലയേറിയ രക്ഷ ഉണ്ടാകും. വിലയേറിയ രക്ഷ ലഭിച്ചവർക്ക് വിലയേറിയ വാഗ്ദത്തങ്ങളുണ്ട്. ഹല്ലേലൂയ! 1 കൊരിന്ത്യർ ലേഖനം 1:20 ഇങ്ങനെയാ പറയുന്നത്, എത്ര വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും ദൈവസന്നിധിയിൽ ഒരു ദൈവ പൈതലിന് ഉവ്വ് എന്നത്രേ എന്ന് പറഞ്ഞാൽ ആ വാഗ്ദത്തങ്ങൾ നിശ്ചയമായും ഒരു ദൈവ പൈതലിന്റെ, ദൈവദാസന്റെ ജീവിതത്തിൽ നടപ്പിലാകും. ഹല്ലേലൂയ! അത് വിലയേറിയതാണ്. ഈ ഭൂമിയിൽ ഏതെങ്കിലും അധികാരികളോ ഏതെങ്കിലും ശക്തികളോ തരുന്നതല്ല, മറിച്ച് സ്വർഗത്തിലെ ദൈവം തരുന്ന വാഗ്ദത്തം. അതൊരു പക്ഷേ ആത്മീകമാകാം, ഒരു പക്ഷേ ഭൗമികമാകാം. എന്നാൽ അവൻ വാഗ്ദത്തം തരും. ഒരു പക്ഷേ അതൊരു രോഗസൗഖ്യമാകാം, ഒരു പക്ഷേ ഒരു വഴി തുറക്കലാകാം, ഒരു പക്ഷേ അതൊരു വലിയ അനുഗ്രഹമാകാം. എന്തു തന്നെയാണേലും ഒരു ദൈവ പൈതലിന്, ഒരു ദൈവദാസന് വിലയേറിയ വാഗ്ദത്തം ലഭ്യമാണ്. ഹല്ലേലൂയ! വിലയേറിയ വിശ്വാസം ലഭിച്ച ഒരാൾക്ക്, വിലയേറിയ രക്ഷയുടെ അനുഭവമുള്ള ഒരാൾക്ക് വിലയേറിയ വാഗ്ദത്തം ലഭ്യമാണ്. നിശ്ചയമായും അത് ആത്മീകമാകാം, ഭൗമികമാകാം. വാഗ്ദത്തമില്ലാത്ത ഒരു ദൈവ പൈതൽ, ഒരു ദൈവദാസൻ ഈ ഭൂപരപ്പിൽ ജീവിക്കുന്നില്ല. കാരണം ജീവിക്കുന്ന ദൈവത്തെ സേവിപ്പാൻ പുറപ്പെട്ട ഏതൊരു ദൈവ പൈതലിനും, ഏതൊരു ദൈവദാസനും ആത്മീകമായോ ഭൗമികമായോ വാഗ്ദത്തം നിശ്ചയമായും ഉണ്ട്, എന്നത്രേ. അതുകൊണ്ട് ഇത് വിലയേറിയ വാഗ്ദത്തമാണ്, വിലയേറിയതാണ്. ഈ ലോകപ്രകാരം എന്തെങ്കിലും കൊടുത്ത് വാങ്ങിപ്പാൻ കഴിയത്തില്ല. അത്ര വിലയേറിയതാണ് ഈ വാഗ്ദത്തം. നാലാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, വിലയേറിയത്, ഒരു ദൈവ പൈതലിന് ഏറ്റവും വിലയേറിയത് നിത്യജീവനാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോകുന്നു. ഭവനമൊരുക്കിയതിന് ശേഷം പിന്നത്തേതിൽ വന്ന് ഞാൻ നിങ്ങളെയും ചേർത്തുകൊള്ളും. ഹല്ലേലൂയ! ഒരു ദൈവ പൈതലിൻ്റെ, ഒരു ദൈവദാസന്റെ ഏറ്റവും വലിയ ആ അനുഗ്രഹം,
ഉറപ്പ്, ധൈര്യം, പ്രത്യാശ. വിലയേറിയതെന്ന് പറയുന്നത് നിത്യതയാണ്, നിത്യജീവനാണ്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. അതെന്താണത്? നിത്യജീവനാണ്, മരണമില്ലാത്ത എന്നേക്കുമായി യേശു ക്രിസ്തുവിനോട് ചേർന്ന് സ്വർഗീയവാസ സ്ഥലങ്ങളിൽ നിത്യമായി കർത്താവിനോടും തൻ്റെ വിശുദ്ധന്മാരോടും തൻ്റെ ദൂതന്മാരോടും കൂടിയുള്ള ആ അനന്ത ജീവിതം. ഹല്ലേലൂയ! അത് എത്ര മനോഹരമാണ്, അത് എത്ര വിലയേറിയതാണ്. ഈ ഭൂമിയിൽ വിശ്വാസം ലഭിച്ച ഒരാൾക്ക്, രക്ഷയുടെ സന്തോഷം ലഭിച്ച ഒരാൾക്ക്, വാഗ്ദത്തം ലഭിച്ച ഒരാൾക്ക് അന്നു മുതൽ ആ വ്യക്തി കൃപയിൽ നിൽക്കുന്നിടത്തോളം കാലം, യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം ഈ നിത്യജീവൻ ഒഴുകാൻ തുടങ്ങും. ഈ നിത്യജീവൻ അവനിൽ വസിക്കും. ഈ നിത്യജീവനിലൂടെയാണ് പിന്നെ അവന്റെ ജീവിതം. എത്ര വിലയേറിയതാണത്. ഹല്ലേലൂയ! ഒന്നിനും ഈ നിത്യജീവൻ നൽകുവാനിടയാകുകയില്ല. അത് അനുഭവിക്കുന്നവർക്ക് അതറിയാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യാത്മാവിന് നമുക്ക് നൽകാവുന്ന ഏറ്റവും വിലയേറിയത് എന്തെന്ന് ചോദിച്ചാൽ അത് നിത്യജീവനാണ്. ഏറ്റവും വിലയേറിയ സമ്മാനം എന്താണെന്ന് ചോദിച്ചാൽ അത് നിത്യജീവനാണ്. ഏറ്റവും വിലയേറിയ മുത്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് നിത്യജീവനാണ്, മരണമില്ലാത്ത ജീവൻ. യേശു ക്രിസ്തുവിൽ ജനിക്കുന്ന ഒരാൾക്ക്, യേശു ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു മരണമേ ഉള്ളൂ. അത് ശാരീരിക മരണമാണ്. അവൻ യേശു ക്രിസ്തുവിന്റെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും. പുനരുത്ഥാന ശക്തി അവന്റെ മേൽ പതിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ടാണ് എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്ന് യേശുവിൻ്റെ പ്രസ്താവന. ഹല്ലേലൂയ! എന്നെ കേൾക്കുന്ന പ്രിയരെ, ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം, ലഭിക്കാവുന്ന ഏറ്റവും വിലയേറിയ മുത്ത്, ലഭിക്കാവുന്ന ഏറ്റവും വിലയേറിയത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് നിത്യജീവനാണ്. കർത്താവിനോട് കൂടിയുള്ള വാസം, കർത്താവിൻ്റെ വിശുദ്ധന്മാരോട് ചേർന്നുള്ള വാസം, തൻ്റെ ദൂതന്മാരോട് ചേർന്നുള്ള വാസം, നിത്യവാസം, നിത്യജീവൻ. ഹല്ലേലൂയ! കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ നാട്ടിൽ, കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ വീട്ടിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തോട് ഒന്നിച്ച്, തൻ്റെ വിശുദ്ധന്മാരോട് ഒന്നിച്ച് അവനെ മുഖതാവിൽ നേരിൽ കണ്ട് അവനോട് കൂടെയുള്ള വാസം, അവനോട് കൂടെയുള്ള ജീവിതം, അവനോട് കൂടെയുള്ളത്. വെളിപ്പാട് പുസ്തകം 21 പറയുന്നു, ഇനി കണ്ണുനീരില്ല, ഇനി മുറവിളിയില്ല, ഇനി സങ്കടമില്ല, ഇനി മരണമില്ല, ഇനി വിലാപമില്ല. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ വാസം. അതാണ് ഏറ്റവും വിലയേറിയത്. ഒരു മനുഷ്യാത്മാവിനെ ലഭിപ്പാൻ, ഒരു മനുഷ്യ ജീവിതത്തിൽ ലഭിപ്പാൻ ഏറ്റവും വിലയേറിയ സമ്മാനം, ഏറ്റവും വിലയേറിയ മുത്ത്, ഏറ്റവും വിലയേറിയത് എന്താണ്? നിത്യജീവൻ. പാട്ടുകാരൻ എങ്ങനെയാ പാടുന്നത്? തേടി വന്നു ദോഷിയാമെന്നെയും നാഥ, തേടി വന്നു ദോഷിയാമെന്നെയും നാഥ. പ്രിയരെ, ദോഷിയായ പാപത്തിന്റെ അന്ധകാരത്തിന്റെ പിടിയിൽ അമർന്നു കിടന്ന, ശാപക്കെട്ടിനകത്ത് കിടന്ന
ഈ ലോകവും അതിൻ്റെ മോഹത്തോടൊപ്പം നശിച്ചു പോകേണ്ട എനിക്കും നിങ്ങൾക്കും നമുക്കോരോരുത്തർക്കും വിലയേറിയ കർത്താവ് നൽകി, വിലയേറിയ വിശ്വാസം നൽകി, വിലയേറിയ രക്ഷ നൽകി, വിലയേറിയ വാഗ്ദത്തം നൽകി, ഏറ്റവും വിലയേറിയ നിത്യജീവൻ തന്നു, നിത്യജീവിതം തന്നു. എന്തും മനോഹരം, എന്താനന്ദം. ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ വിലയേറിയ സമ്പത്ത്, ഈ വിലയേറിയ രക്ഷ, ഈ വിലയേറിയ സന്തോഷം, ഈ വിലയേറിയ വാഗ്ദത്തം, ഈ വിലയേറിയ നിത്യജീവൻ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കരസ്ഥമാക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ കണ്ണുകളടയ്ക്കാം. സ്നേഹപിതാവേ, ഞങ്ങൾക്ക് എന്താണ് യോഗ്യതയുള്ളത്? ഈ വിലയേറിയ രക്ഷ, ഈ വിലയേറിയ വിശ്വാസം, ഈ വിലയേറിയ വാഗ്ദത്തം, ഈ വിലയേറിയ നിത്യജീവൻ ഞങ്ങളുടെ ഹൃദയത്തിൽ തരുവാൻ ഞങ്ങൾക്ക് എന്തുള്ളൂ കർത്താവേ? ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരും ഈ വിലയേറിയ വിശ്വാസം, ഈ വിലയേറിയ രക്ഷ, ഈ വിലയേറിയ വാഗ്ദത്തം, ഈ വിലയേറിയ നിത്യജീവൻ പ്രാപിപ്പാൻ എല്ലാവരുടെ മേലും അങ്ങയുടെ കൃപ, അങ്ങയുടെ സ്നേഹമയക്കണമേ. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണമേ. രോഗികൾക്ക് സൗഖ്യവും പാപികൾക്ക് വിടുതലും കർത്താവ് കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ധാരാളം